നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 2026 മെയ് മാസം 27 അപൂർവവും എന്നാൽ വളരെ സാമ്പത്തികദായകവുമായിരിക്കുന്ന ഒരു ആകാശ പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാൻ അവസരമൊരുങ്ങുന്ന ദിനമാണ്. അത് രാവിലെ സൂര്യോദയ സമയത്ത് സർവാർത്ഥ സിദ്ധിയോഗവും രവിയോഗവും ഒത്തുചേരുന്നു എന്നതാണ് ഇന്നത്തെ പ്രത്യേകത. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനും ഈ സമയം വളരെയധികം പ്രയോജനകരമാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ഊർജം പ്രയോജനപ്പെടുത്താൻ ഇന്ന് തന്നെ തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാക്കാനും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ഉറപ്പാക്കാനും സർവാർത്ഥ സിദ്ധിയോഗം അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ഇതിനൊപ്പം രവിയോഗം കൂടി വരുമ്പോൾ സൂര്യൻ്റെ സ്വാധീനം വർദ്ധിക്കുകയും കാര്യങ്ങളിൽ വ്യക്തതയും കരുത്തും ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. സ്വർണ്ണമൊക്കെ വാങ്ങാനോ കരാറുകളിലൊക്കെ ഒപ്പിടാനോ പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാനോ ഒക്കെ നല്ല സമയമാണിത്. സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെയും രവിയോഗത്തിൻ്റെയും അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ടുള്ള ചില രാശിക്കാരെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. ആദ്യത്തേത് മേടം രാശിയാണ്. അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടം രാശി. മേടം രാശി നക്ഷത്ര ജാതർക്ക് ശരീരപുഷ്ടിയും അമിതമായ ഊർജ്ജസ്വലതയും അനുഭവപ്പെടും. ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള ധൈര്യം കൈവരും. ഭരണപരമായ കാര്യങ്ങളിൽ ഇവർ തിളങ്ങാനുള്ള എല്ലാ വ്യവസ്ഥകളും ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ്, ഭൂമി ഇടപാടുകൾ എന്നിവയിൽ നിന്ന് വലിയ ലാഭം പ്രതീക്ഷിക്കാം. തീർച്ചയായും ഈ സൈന്യം, പോലീസ്, സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ബഹുമതികളും സ്ഥാനക്കയറ്റവും ഒക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയ്ക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും കാണുന്നുണ്ട്. അതുപോലെ യുവാക്കൾക്ക് തൊഴിൽപരമായിരിക്കുന്ന മേന്മയ്ക്കുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. പുതിയ വാഹനങ്ങളൊക്കെ വന്നു ചേരുന്നതിനും പുതിയ വീടിന് തുടക്കം കുറിക്കുന്നതിനുമൊക്കെ അവസരങ്ങൾ തെളിഞ്ഞു വരികയാണ്. പൊതുവിൽ പറഞ്ഞാൽ സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെയും രവിയോഗത്തിൻ്റെയും ഫലമായി മേടം രാശിക്കാർക്ക് വളരെ ഭാഗ്യദായകമായ സമയമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളുടെ മേൽ പൂർണ്ണ വിജയം നേടാൻ കഴിയും. പഴയ കേസുകളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. സാഹസികമായ കാര്യങ്ങളിൽ വിജയിക്കുവാൻ സാധ്യതയേറെയാണ്. നേതൃസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഭാഗ്യവും വരുന്നുണ്ട്. അതുപോലെ തന്നെ അച്ചടക്കവും കഠിനാധ്വാനവും വർദ്ധിക്കും എന്നും പറയേണ്ടിയിരിക്കുന്നു. എത്ര വലിയ തടസ്സങ്ങളെയും തകർത്ത് മുന്നേറാൻ ഈ നക്ഷത്ര ജാതർക്ക് സാധിക്കുമെന്നുള്ളതാണ്. പുതിയ വീട് പണിയുന്നതിനോ ഭൂമി വാങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങും. സമൂഹത്തിൽ വലിയ ബഹുമാനം ലഭിക്കുമെന്നുള്ളതാണ്. ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യ തുകകൾ കൈവശം വന്നു ചേരാനുള്ള എല്ലാ ഭാഗ്യവും ചിങ്ങം രാശി നക്ഷത്ര ജാതരിൽ സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെയും രവിയോഗത്തിൻ്റെയും യോജിപ്പിലൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഭാഗ്യദായകമായിരിക്കുന്ന ഒരു സമയം തന്നെയാണിത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അടുത്തത് ഇടവം രാശിയാണ്. കാർത്തിക മുക്കാൽ, രോഹിണി മകയിരം പകുതി ചേരുന്ന ഇടവം രാശി. ഇടവം രാശി നക്ഷത്ര ജാതർക്ക്
അപ്രതീക്ഷിതമായ വലിയൊരു തുക കയ്യിൽ വരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഭാഗ്യ പരീക്ഷണങ്ങളിൽ വളരെ വലിയ വിജയം നേടാൻ സാധ്യത കാണുന്നു. സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. ആഡംബര വാഹനങ്ങൾ വാങ്ങാനോ വീട് നവീകരിക്കുവാനോ ഒക്കെ സാധിക്കും. അതുപോലെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ലോട്ടറി പോലെയുള്ള വലിയ സാമ്പത്തിക ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനുള്ള സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠന കാര്യങ്ങളിലെല്ലാം ഊർജ്ജസ്വലത കൈവരുന്ന സമയം കൂടിയിട്ടാണ്. സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വിജയം വിദ്യാർത്ഥികൾക്കുണ്ടാവും. രവി യോഗത്തിൻ്റെ ഫലമായിട്ട് കീർത്തി കേൾക്കുന്നതിനായിട്ടുള്ള ഭാഗ്യവും ഉണ്ടാകും. യുവതി യുവാക്കളായിരിക്കുന്ന ആളുകൾക്ക് തൊഴിൽ സാധ്യതയ്ക്ക് ആഗ്രഹമെങ്കിൽ ലിസ്റ്റിലൊക്കെ കടന്നുകൂടുന്നതിനായിട്ടുള്ള സമയം, തൊഴിൽ ലിസ്റ്റുകളിൽ കടന്നുകൂടുന്നതിനുള്ള ഭാഗ്യം തീർച്ചയായിട്ടും സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരും. പൊതുവിൽ വളരെ ഭാഗ്യദായകമായൊരു സമയം തന്നെയാണ് ഇടവം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇത്. സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെയും രവി യോഗത്തിൻ്റെയും സംയോഗം മൂലം ഇടവം രാശിക്കാർക്ക് വളരെ വളരെ ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ വന്നു ചേരാനുള്ള വിധി കാണുന്നുണ്ട്. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുക്കൂറ്. തീർച്ചയായും ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടപ്പിലാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. സാമ്പത്തികമായ ഇടപാടുകളിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ശത്രുക്കളുടെ നീക്കങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. വീട് പണി തുടങ്ങുവാനോ വസ്തു വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ ദിവസം മികച്ച തുടക്കമായി കണക്കാക്കാം. തീർച്ചയായും വളരെ നല്ല തരത്തിലുള്ള അനുഭവങ്ങളാണ് ധനുരാശിക്കാർക്ക് വന്നു ചേരുന്നത് സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെയും രവി യോഗത്തിൻ്റെയും സംയോഗം മൂലം. തീർച്ചയായും ഈശ്വരീയമായ വിശ്വാസവും അതുപോലെ തന്നെ മനസ്സ് തുറന്നുള്ള പ്രാർത്ഥനകളും ഭാഗ്യങ്ങളെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതിനായിട്ട് സഹായകമാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിൽ അല്പം അലസത ഒക്കെ കാണിക്കും എങ്കിലും കുറച്ചു കാലം കഴിഞ്ഞ്, അതായത് ഏകദേശം ഒരു 10-15 ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും വീണ്ടും ഊർജ്ജസ്വലമായ തലത്തിലേക്ക് വിദ്യാഭ്യാസം എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പൂർവാധികം ഊർജ്ജസ്വലതയോട് അവർ പിന്നീട് പഠിച്ചു പോകുന്ന വ്യവസ്ഥിതി ഉണ്ടാകും. തൊഴിൽ ആഗ്രഹം ഉള്ളവർക്ക് അത് നടപ്പിലാകും. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കും എന്നുള്ളതാണ്. വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സർവാർത്ഥ സിദ്ധിയോഗവും രവി യോഗവും വളരെ ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവമാണ് ഇവർക്ക് നൽകുന്നത്. വളരെ സന്തോഷകരമായ ജീവിതത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് നീങ്ങാൻ ധനുക്കൂറുകാർക്ക് തീർച്ചയായിട്ടും കഴിയുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അടുത്തത് തുലാം രാശി നക്ഷത്ര ജാതരാണ്. ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി. തുലാം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ പദവിയും അംഗീകാരവും വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്ന് പ്രശംസയും പുതിയ ചുമതലകളും ഉണ്ടാകും. ബിസിനസ്സുകളൊക്കെ വിപുലീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിക്ഷേപകരെ കണ്ടെത്തുവാൻ വളരെ വേഗം സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും എന്നുള്ളതാണ്. സ്വർണ്ണാഭരണങ്ങളോ പുതിയ വാഹനമോ ഒക്കെ വാങ്ങാൻ ഈ നക്ഷത്ര ജാതർക്ക് സമയം വളരെ അനുയോജ്യമാണ്. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യവും ഈ നക്ഷത്ര ജാതർക്ക് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തീർച്ചയായും യാത്രകളൊക്കെ ചെയ്യുന്നതിനായിട്ടുള്ള ഭാഗ്യം വന്നു ചേരും. യാത്രകളിൽ സൗഹൃദങ്ങളുണ്ടാകും. ആ സൗഹൃദങ്ങൾ നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതായി മാറും. കുടുംബാന്തരീക്ഷം വളരെ ശാന്തവും സമാധാനവുമായി മാറും. സർവാർത്ഥ സ്ഥിതിയോഗവും രവിയോഗവും ചേർന്നു വരുന്ന വളരെ സമ്പദ്ദായകമായിരിക്കുന്ന അനുഭവങ്ങളിൽ പാത്രീഭൂതമാകുവാൻ തുലാം രാശി നക്ഷത്ര ജാതർക്ക് കഴിയുക തന്നെ ചെയ്യും. വളരെ ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവമാണ് തുലാം നക്ഷത്ര ജാതരിലേക്ക് വരുന്നത്. തടസ്സങ്ങളൊക്കെ നീങ്ങാൻ സർവാർത്ഥ സിദ്ധിയോഗമുള്ള ദിവസം ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം മുടക്കുകയോ കറുക ഹോമം നടത്തുകയോ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൻ്റെ ദേവനെ ഭജിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജന്മനക്ഷത്ര ദേവനെ ഭജിക്കുക. അതുപോലെ തന്നെ സർവാർത്ഥ സിദ്ധിയോഗം വരുന്ന ദിവസം അന്നദാനമോ വസ്ത്രദാനമോ നടത്തുന്നത് പുണ്യകരമാണ്.
വൈകുന്നേരം വീട്ടിൽ നെയ്വിളക്ക് കൊളുത്തി ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ ജപിക്കുന്നത് ഐശ്വര്യകരമാണ്. തീർച്ചയായും സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 5 രാശിജാതരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വരൻ്റേതായിരിക്കുന്ന നാമങ്ങളെ ചൊല്ലുകയും ക്ഷേത്ര ദർശനമൊക്കെ നടത്തുകയും ചെയ്യുക. അതിലൂടെ വരുന്ന ഭാഗ്യം നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്കായിരിക്കും. തീർച്ചയായും എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.